വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ സുപ്രഭാതം നേരുന്നു. നമ്മൾ മോർണിംഗ് വാക്കിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. 2 ദിവസം നമ്മൾ ഉണ്ടായിരുന്നില്ല. ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് ചോദിച്ചു എവിടെയാണ് മോർണിംഗ് വാക്ക് ഇല്ലാത്തത്, എന്തുകൊണ്ടാണ്. അത് പ്രേക്ഷകർക്ക് തന്നെ അറിയാം. 2 ദിവസം നമുക്ക് അറിയുന്നത് പോലെ 2 പ്രധാനപ്പെട്ട നമ്മളോട് ചേർന്ന് നിൽക്കുന്ന 2 പേരുടെ വിയോഗങ്ങൾ സംഭവിച്ച 2 ദിവസങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് തന്നെ മോർണിംഗ് വാക്കിൽ നിന്നും അല്പം മാറിയത്. കാരണം ആ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ധർമ്മമായിരുന്നല്ലോ. അതെ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ ഈ മോർണിംഗ് വാക്കിന്റെ ആ ഉദ്ദേശമൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആഗോള മലയാളികളെ 1 മണിക്കൂർ മുൻപേ എഴുന്നേൽക്കിൻ, നടക്കിൻ, നല്ല ഭക്ഷണം കഴിക്കിൻ, ചീത്ത ശീലങ്ങൾ ഉപേക്ഷിക്കിൻ, നല്ല മനുഷ്യരാകിൻ എന്ന ആ ഒരു ടാഗ് ലൈനോടെ 24 വാർത്താ ചാനൽ അവതരിപ്പിക്കുന്ന മോർണിംഗ് വാക്കിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം. അപ്പോൾ ഡിസംബർ മാസമാണ്, അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു. ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു പുതുവർഷ പുലരിയിലേക്ക് കിടക്കും. അങ്ങനെ ഒരുപാട് പുത്തൻ പ്രതീക്ഷകളുമായുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നമുക്കറിയാം. അപ്പോൾ ഡിസംബർ 28 ഇന്ന്. മാത്രവുമല്ല, ഇന്ന് മലയാള മാസം നോക്കുകയാണെങ്കിൽ കൊല്ലവർഷം 1200 ധനു 13 ഒരു ശനിയാഴ്ച, ഒരു വീക്കെൻഡ് ആണ്. 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കാൻ പോകുന്നു. ഇപ്പൊ കുട്ടികളൊക്കെ ഈ അവധിക്കാലം എങ്ങനെയൊക്കെ ചെലവഴിച്ചു, എവിടെയൊക്കെ പോയി, ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ പോകുമ്പോഴുള്ള പുതിയ പ്രതീക്ഷകൾ എന്താണ്, അതൊന്ന്. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ജനുവരി 1 എടുക്കുന്ന റെസൊല്യൂഷൻ, ജനുവരി 2 മുതൽ തെറ്റിക്കുന്ന റെസൊല്യൂഷൻ അത് ക്രിസ്ത്യൻ ചേച്ചി എടുക്കുന്ന റെസൊല്യൂഷൻസ് ആണ്. പക്ഷെ നമ്മുടെ പ്രേക്ഷകർ അങ്ങനെയല്ല. പ്രേക്ഷകർ വളരെ പോസിറ്റീവ് ആണ്. എന്തൊക്കെ തീരുമാനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു പുതുവർഷത്തിൽ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കും ഇതിനോടകം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അതൊന്ന് ഫിക്സ് ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ മാത്രമല്ല, ഈ ഡിസംബർ 25 ക്രിസ്മസിന് എല്ലാവരും ജാതി മത ഭേദമന്യേ നമ്മൾ വായും വയറും ഒക്കെ പരിഗണിക്കാതെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ ഇനി ഭക്ഷണ നിയന്ത്രണം, ആരോഗ്യശീലങ്ങൾ, മാനസിക ശാരീരിക ആരോഗ്യം, നമ്മളെ നമ്മുടെ സമാധാനം മറ്റുള്ളവർക്ക് തകർക്കാൻ പറ്റില്ല എന്നൊരു മനോഭാവം എല്ലാ ദിവസവും പറയുമ്പോൾ നമ്മളങ്ങ് സ്ട്രോങ് ആയിക്കോളും, അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായിട്ട് എത്തിയിട്ടുള്ളത് എവിടെയാണ് എന്നൊരു പ്രേക്ഷകർക്ക് നമ്മുടെ പുറകിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇത് തൃക്കാക്കര നഗരസഭ, നമ്മുടെ ഓഫീസ് തൊട്ടടുത്ത് തന്നെയുള്ളൊരു വാക്ക് വേ ആണ്. അവിടുത്തെ 4ാം ഡിവിഷനിലെ ഒരു പുതിയ വാക്ക് വേ ആണ്. പണി കഴിപ്പിച്ചിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച ആയിട്ടില്ല. ഡിസംബർ 24, അതായത് കഴിഞ്ഞ 24-നായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം. മാത്രമല്ല, ഇവിടെയുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ, നമ്മുടെ ഓഫീസിലുള്ള സൂര്യോടക്കം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പഴയ അവസ്ഥയെ പറ്റി പറഞ്ഞു തരും, അല്ലെ? ഈ പറയുന്ന പോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു ചെറിയ റോഡൊക്കെ ആയിരുന്നു ഇതുവഴി. രാത്രിയൊക്കെ പോകാൻ ലൈറ്റും ഒന്നും സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയൊക്കെ ഇപ്പൊ മനോഹരമായ ലൈറ്റും സംവിധാനങ്ങളൊക്കെ ആക്കി ഒരു വാക്ക് വേ ഉണ്ടാക്കി. അത്യാവശ്യം വീതിയുള്ള റോഡുണ്ട്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ തൃക്കാക്കര ക്ഷേത്രത്തിലേക്കൊക്കെ നമ്മുടെ സീപോർട്ട് എയർപോർട്ടിൽ നിന്ന് വരാൻ സാധിക്കുന്ന ഒരു കണക്ടിംഗ് റോഡ് കൂടിയാണ് ഇത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പലയിടങ്ങളിൽ സംഭവിക്കുന്നു. നേരത്തെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വാക്ക് വേ ആക്കി മാറ്റുന്നു. അങ്ങനെ പുതിയ പുതിയ രീതികൾ. അപ്പൊ ഇതൊരു മാതൃകയാവട്ടെ. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലും ഇതേപോലെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് മനുഷ്യ പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ കൺവേർട്ട് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ എവിടെ എത്തും, അല്ലേ? യെസ്. അപ്പൊ പോകെ പോകെ നമുക്ക് ഇതിന്റെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എത്തുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്കുമാണ്. അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് ഇറങ്ങിപ്പോവാം. കാർവള്ളി വാക്ക് വേയിലെ നമ്മുടെ മോർണിംഗ് വാക്ക് ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 2 വിയോഗങ്ങൾ. ഒന്ന് MT, നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ കഥാകാരൻ MT വാസുദേവരുടെ വിയോഗം. മറ്റൊന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിടവാങ്ങൽ. ഇത് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അതിന്റെ വാർത്തകളായിരുന്നു കൂടുതലും എല്ലാ മാധ്യമങ്ങളും, എല്ലാ വാർത്താ ചാനലുകളും നൽകിയതല്ലേ? അതെ, രണ്ടുപേരും നവതി ആഘോഷിച്ച് നിരവധി സേവനങ്ങൾ സമൂഹത്തിന് നൽകിയതാണ്. അപ്പോ ഇന്നും അതുമായി ബന്ധപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരും. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് ഒരു പോസിറ്റീവാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വാക്ക് വേനെ കുറിച്ച് പറയാം. അതായത് നമ്മുടെ പിന്നിലുള്ള ഈ ബോർഡിൽ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്. തൃക്കാക്കര നഗരസഭയുടെ ഡിവിഷൻ 4-ലാണ് ഈ വാക്ക് വേ ഉള്ളത്. അത് കൗൺസിലർ ശ്രീ PM യൂനസിന്റെ 2022 വർഷത്തെ ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചൊരു വാക്ക് വേ ആണത്. അതിൽ 2024 ഡിസംബർ 24 കഴിഞ്ഞ ആഴ്ചയാണ് അതിന്റെ ഉദ്ഘാടനം നടന്നത്. അഡ്വക്കേറ്റ് ഹാരിസ് ബിഗൻ MP ആണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പം ഈ വാക്ക് വേയിലൂടെ നമ്മുടെ മോർണിംഗ് വാക്ക് ആരംഭിക്കുകയാണ്. നമ്മുടെ നടത്തം തുടങ്ങുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ എത്ര പേർ നടന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ എന്നുകൂടി അറിയിക്കുക. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് തുടങ്ങാം? അതെ, പ്രജിൻ, നമ്മളൊക്കെ തന്നെ ചെറുപ്പകാലത്ത് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അപ്പോൾ അതിനു മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ, ആ കലോത്സവ ദിവസങ്ങൾ, ഇതൊക്കെ ഒരു ഉത്സവ ആഘോഷ ഛായയുള്ള ദിവസങ്ങളാണ്, അല്ലെ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ദിവസങ്ങളിൽ ചിലതാണ്. അപ്പൊ അങ്ങനെ ഒരു കലോത്സവത്തിന് വീണ്ടും
തിരിതെളിയാൻ പോവുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്ത മാസമാണ്. അടുത്ത മാസം പറയുമ്പോൾ ഒരുപാടില്ല, ദിവസങ്ങൾക്കകം ജനുവരി 4-ാം തീയതി അതിന് തിരശ്ശീല വരികയാണ്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, സ്റ്റേജുകളും മറ്റൊരുക്കങ്ങളുമായി തിരക്കിലാണ് സംഘാടകർ. പാതയോരത്തെ ഫ്ലക്സ് നിരോധനം പ്രചാരണങ്ങൾക്ക് തിരിച്ചടിയായെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. ആ ഒരു പാക്കേജ് നമുക്ക് കാണാം. ഭാരതപ്പുഴയും പെരിയാറും പമ്പയാറുമെല്ലാം ഇനി തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തും. എങ്ങനെയെന്നല്ലേ, കലോത്സവത്തിൻ്റെ പ്രധാന വേദികളെല്ലാം ഇനി പുഴയുടെ പേരിൽ അറിയപ്പെടും. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കൗമാരകലയുടെ പ്രധാന വേദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉയരുകയാണ്. പേര് ഭാരതപ്പുഴ. രണ്ടാം വേദി വിമൻസ് കോളേജിൽ. പേര് പെരിയാർ. തീർന്നില്ല, പമ്പയാർ, കല്ലടയാർ, ചാലിയാർ, കബനി നദി, മയ്യഴിപ്പുഴ, കല്ലായിപ്പുഴ എല്ലാം 4-ാം തീയതി തലസ്ഥാനത്ത് സംഗമിക്കും. ആകെ 25 വേദികൾ, 25 പുഴയുടെ പേരിൽ. ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ പുതിയൊരു ബോധം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അത്യാവശ്യമാണല്ലോ. അത് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് പുഴയുടെ പേര് ഒരു പുതുമയുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് ഇടുന്നത്. മുമ്പൊക്കെ സാഹിത്യകാരന്മാരുടെ ആയിരുന്നു പേര് ഇട്ടുകൊണ്ടിരുന്നത്. ഒരു മാറ്റം വരട്ടെ എന്ന് ഉദ്ദേശിച്ചു. നമ്മുടെ സമ്പന്നമാണല്ലോ പുഴകൾ കൊണ്ട് നമ്മുടെ കേരളം. അപ്പോൾ എല്ലാ വേദികളിലും 25 വേദികളിലും പുഴയുടെ പേരാണ്ടിട്ടുള്ളത്. ആദ്യഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് അവലോകന യോഗങ്ങൾ ചേർന്ന് കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. എന്നാൽ പാതയോര ഫ്ലക്സ് നിരോധനം പ്രചാരണങ്ങൾക്കും സ്പോൺസർഷിപ്പിനുമെല്ലാം തിരിച്ചടിയായെന്ന് മന്ത്രി. കാരണം ബോർഡും ബാൻഡെല്ലാം കെട്ടുന്നതിന് വേണ്ടിയുള്ള കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് അത്ര ക്ലിയർ അല്ല. എങ്കിൽ തന്നെ ഞങ്ങളായിട്ട് ബോർഡും ബാൻഡൊന്നും കെട്ടി റോഡിൽ കെട്ടാൻ വേണ്ടി പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ അറിയിക്കാൻ വേറെ എന്താ മാർഗമുള്ള കാര്യങ്ങൾ? അപ്പോൾ ഇത് ഒന്നുമേ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഒരാഴ്ചത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രധാന വേദിയിലെ പന്തൽക്കാൽ നാട്ടുചടങ്ങ് മാറ്റിവെച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. അപ്പോൾ കലോത്സവം വരുന്നു, അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. 24ഉം വിപുലമായ സജ്ജീകരണങ്ങൾ ഇത്തവണ പ്രേക്ഷകർക്കായി ഒരുക്കിയിട്ടുണ്ട്. കാരണം എല്ലാ തവണയും കലോത്സവത്തിന് വരുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാം നമ്മൾ എന്തെങ്കിലും ഒരു പുതുമകൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ TTS ആണെങ്കിലും റിവേഴ്സ് TTS ആണെങ്കിലും ഒരുപാട് പുതിയ ഗ്രാഫിക് സംവിധാനങ്ങൾ നമ്മൾ എന്താണ് പറയുക ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷെ ഇത്തവണ ചില സസ്പെൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട് 24ന്റെ ഭാഗമായി. അപ്പോൾ കൗമാരകര അടിച്ചു പൊളിക്കാൻ 5 ദിവസം അടിച്ചു പൊളിക്കാൻ 24ഉം പൂർണ്ണ സജ്ജമാണ്. അതെ. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം ഇന്ന് വിട നൽകുകയാണ്. രാവിലെ 11:45 നിഗംബോധ് ഘട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഇന്ന് 8 മണിയോടെ അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് AICIC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും എന്നും അറിയുന്നു. നിതിൻ അംബുജൻ ഒപ്പം ശ്രീനാഥ് ചന്ദ്രൻ ഇവർ ചേർന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകും. ഇതുമായി ബന്ധപ്പെട്ട നിതിൻ അംബുജനിലേക്ക് ആദ്യം മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്നാണ് നിതിൻ അംബുജൻ തത്സമയം ചെയ്യുന്നത്. നിതിൻ, സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നിഗംബോധിലാണ്. അതിനു മുമ്പ് തന്നെ പൊതുദർശനമുണ്ട്. AICC ആസ്ഥാനത്തെ ആ പൊതുദർശനം അത് 1 മണിക്കൂർ സമയം നീണ്ടു നിൽക്കുന്നതാണ് നേരത്തെ അറിയിച്ചത്. ആ ഒരു സമയം കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം അത്രമേൽ എന്താണ് പറയുക കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗ്. എങ്ങനെയാണ് ഈ പൊതുദർശനത്തിൻ്റെ ക്രമീകരണങ്ങൾ? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം ഇന്ന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിക്ക് മുന്നിലാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായി ഡോക്ടർ മൻമോഹൻ സിംഗ് താമസിച്ചിരുന്ന വസതിയാണ്. ഇവിടെ വെച്ചാണ് അദ്ദേഹം മെനഞ്ഞാന്ന് കുഴിഞ്ഞു വീഴുകയും പിന്നീട് എയിംസ് ആശുപത്രിയിൽ എത്തിക്കുകയും 9:51 മരണം സംഭവിക്കുകയും ചെയ്തത്. അതിനുശേഷം ഇന്നലെ പുലർച്ചെ 12:00 തന്നെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്നു. ഇന്നലെ മുഴുവൻ സമയം വീട്ടിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ഇന്നലെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇവിടെ നിന്ന് മോത്തിലാൽ നെഹ്റു മാർഗിലെ ഈ
വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള AICC ഓഫീസിലേക്ക് രാവിലെ 8 മണിയോട് തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതിനു മുൻപായി ചില സൈനിക ചടങ്ങുകളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. രാവിലെ 8 മണിക്ക് ഇവിടെ നിന്ന് പോകുന്ന മൃതദേഹം 8:30 മുതൽ ഏതാണ്ട് 9:30 വരെ AICC ആസ്ഥാനത്ത് പൊതുദർശനം വെക്കും. അതിനുശേഷമാണ് നിഗംബോധ് ഗഡിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുക. എന്തായാലും ഈ 1 മണിക്കൂറിനകം തന്നെ പരമാവധി വേഗത്തിൽ സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ഈ പൊതുദർശനം നടത്തണം എന്ന നിർദ്ദേശമാണ് എന്തായാലും അത്തരം നീക്കം തന്നെയാണ് എന്തായാലും കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുക. കാരണം ഇന്നലെ പരമാവധി ആളുകളും അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും മറ്റ് ഭരണതലത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ഇന്നലെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. നമുക്കറിയാം 1971 മുതൽ സജീവമായി തന്നെ ഡൽഹിയിലെ ഭരണരംഗത്തും അതോടൊപ്പം തന്നെ പിന്നീട് 91 ശേഷം 91 ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിലും സജീവമായി തന്നെ നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ബന്ധങ്ങൾ ഡൽഹിയിലെ മൻമോഹൻ സിംഗിന് ഉണ്ട് എന്ന് നമുക്ക് അറിയാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിഗംബോധ് ഗഡിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. പക്ഷേ ഈ സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പായി തന്നെ ചില കേന്ദ്ര സർക്കാരിന്റെ നടപടി സംബന്ധിച്ചപ്പോൾ കോൺഗ്രസിന് വലിയ അമർഷം ഉണ്ടായിട്ടുണ്ട്. കാരണം മൻമോഹൻ സിംഗിന് പ്രത്യേകം ഒരു സ്ഥലം അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ ഉൾപ്പെടെ പ്രതിരോധ മന്ത്രിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിലോ രാജീവ് ഗാന്ധിയുടെ സ്മാരകം കുടികൊള്ളുന്ന വീർഭൂമിയിലോ ഒരു പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ഒരു ആവശ്യം അംഗീകരിച്ചില്ല. നിഗംബോധ് ഗഡിൽ സംസ്കാര ചടങ്ങുകൾ നടക്കട്ടെ എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. 11:45 പൂർണ്ണ സൈനിക ബഹുമതികളോട് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അന്ത്യകർമ്മങ്ങൾക്കും സംസ്കാര ചടങ്ങുകൾക്കും ഒരേ സ്ഥലം വേണമെന്നൊരു ആവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചെങ്കിലും അത് എന്തായാലും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. നിലവിലിപ്പോൾ അന്ത്യകർമ്മങ്ങൾ നടക്കട്ടെ, അതിനുശേഷം സ്മാരകം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കാമെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ സ്വീകരിച്ചത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അമർഷം കോൺഗ്രസിനെ ഒരു വശത്തുണ്ട്. പക്ഷേ രാജ്യം ഇന്നിപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിട നൽകാൻ ഒരുങ്ങുകയാണ്. ഞാൻ ഈ നിൽക്കുന്ന മോത്തിലാൽ നെഹ്റു മാർഗിലെ വീട്ടിൽ നിന്ന് രാവിലെ 8 മണിയോട് തന്നെ മൃതദേഹം തൊട്ടടുത്തുള്ള AICC ഓഫീസിലേക്ക് കൊണ്ടുപോകും. പ്രജിൻ, ക്രിസ്റ്റീന. ഇനി AICC ആസ്ഥാനത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രന്റെ കൂടെ ചേരുകയാണ്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. AICC ആസ്ഥാനത്ത് നിരവധി നേതാക്കളാണ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം വൈവിധ്യമാർന്ന ഒരു പ്രൊഫൈലുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ അപൂർവമാണ്. കാരണം അദ്ദേഹം ഒരു അധ്യാപകനാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ സജീവ രാഷ്ട്രീയക്കാരനായി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ മാറുകയും ചെയ്തു. അതുകൊണ്ട് വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ അദ്ദേഹത്തെ അവസാനമായി കാണണം, അന്തിമോപചാരം അർപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ അധികം ശത്രുക്കളില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ AICC ആസ്ഥാനത്ത് 1 മണിക്കൂർ പൊതുദർശനം എന്ന് പറയുന്നത് അത് മതിയാകുമോ എന്നൊരു ചോദ്യം ഉയർന്നിട്ടുണ്ട്. ഇന്നലെ ഒരു ദിവസം പൂർണ്ണമായും ഉണ്ടായിരുന്നു. AICC ആസ്ഥാനത്തെ ചടങ്ങുകൾ എങ്ങനെയാണ്? സംസ്കാര ചടങ്ങുകൾ അതിനുശേഷമല്ലേ ആരംഭിക്കുക? കൃഷ്ണ, പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് അക്ബർ റോഡിലെ AICC ആസ്ഥാനത്താണ്. ഇവിടെ അല്പം മാറി ഈ ഓഫീസ് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ പ്രത്യേക ഇടത്ത് ഇദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ, അവിടെ ഒരു വേദി ഒരുക്കുന്നതിനുള്ള പണികളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഈ സമയം നമുക്ക് അങ്ങോട്ടേക്ക് ഇപ്പോൾ പ്രവേശനമില്ല. ഏതായാലും 1 മണിക്കൂർ സമയം എന്നതാണ് പറഞ്ഞത്. ഒരുപക്ഷെ അത് ഒരു 1-1.5 മണിക്കൂർ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിഗംബോധ് ഘട്ടിലേക്ക് 11:30 മൃതദേഹം എത്തിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കും എന്ന് അറിയുന്നു. അക്ബർ റോഡിലെ AICC ആസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട് നിഗംബോധ് ഘട്ടിലേക്ക്. അതുകൊണ്ട് ഒരു വിലാപയാത്ര അധികം വേഗത്തിലല്ല ഈ വാഹനവ്യൂഹം നീങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് അതിനുകൂടിയുള്ള സമയം കൂടി പരിഗണിച്ചായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് പോകുന്നത്. ഏതായാലും ഇന്നലെ തന്നെ അദ്ദേഹത്തോട് അടുപ്പമുള്ള, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, തലയെടുപ്പുള്ള പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഏതാണ്ട് എല്ലാവരും എത്തി ഇന്നലെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തോടൊപ്പമുള്ള ചില സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമാണ് ഇന്നിപ്പോൾ AICC ആസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ സന്ദർശനം ഇന്നലെ തന്നെ പൂർത്തിയായി. ഏതായാലും ഇന്നിപ്പോൾ അവസാന ദിവസവും ഇപ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. വലിയ ഒരു യാത്രയപ്പ് അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിൻ്റെ ഒരു പഴയ അഭിമുഖം ഇപ്പോൾ ഇങ്ങനെ വലിയ തോതിൽ വൈറലാവുന്നുണ്ട്. ചരിത്രം തന്നോട് ദയ കാണിക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഈ ഒരു നിമിഷം അദ്ദേഹത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നുമില്ലാതെ എല്ലാവരും അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞ ആ വാക്ക് യഥാർത്ഥത്തിൽ
അന്വർത്ഥമാവുക തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി വീണുപോകുന്ന അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തെ തിരികെ കരകയറ്റാൻ വേണ്ടി അദ്ദേഹം നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ അന്ന് വലിയ വിമർശനങ്ങൾ കേട്ടെങ്കിലും അന്ന് വിമർശിച്ചവർക്ക് പോലും തിരുത്തി പറയേണ്ടി വന്നു എന്നതാണ് ചരിത്രം. രാജ്യം അമ്പേ പരാജയപ്പെട്ടു പോകുമായിരുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാജ്യം ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ ഭരണകൂടം അത് വലിയ തരത്തിൽ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. അന്ന് വിത്തെറിഞ്ഞത് യഥാർത്ഥത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ രാജ്യം അത്രമേൽ കടപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹമാണ് ഇന്നിപ്പോൾ നിഗംബോധ് ഘട്ടിലേക്കുള്ള അന്ത്യയാത്രയ്ക്കായി ഒരുങ്ങുന്നത്. അദ്ദേഹത്തിന് ഒരു സ്മാരകം നിഗംബോധ് ഘട്ടിൽ തന്നെ ഘട്ടിലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്നിടത്ത് തന്നെ വേണം എന്നതാണ് കോൺഗ്രസ് ഇന്നലെ ആവശ്യപ്പെട്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഏതായാലും അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. കാത്തിരിക്കണം എവിടെ സ്മാരകം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വേദന ഉണ്ടാക്കുന്നു എന്നതാണ് കോൺഗ്രസ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. അങ്ങനെ അവസാന യാത്രയിൽ പോലും അത്തരം ചില പ്രശ്നങ്ങൾ അത്തരം ചില വിവാദങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്നത് വേദനാജനകമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെ പോലെ ഇത്രയും വലിയ തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അത് അക്കാദമിഷ്യനാണ്, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. നമ്മുടെ രാജ്യത്തെ പല ഘട്ടങ്ങളിലും രക്ഷിച്ചെടുത്ത ഒരു തന്ത്രജ്ഞനാണ്. അങ്ങനെയുള്ള ഒരാളുടെ സംബന്ധിച്ചിടത്തോളം അവസാന യാത്രയിൽ ഇങ്ങനെ ചില വിവാദങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട് എന്നത് വേദനാജനകമാണ്. ഏതായാലും നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് വിട നൽകുകയാണ്. അവസാന നിമിഷങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ യാത്രയിൽ ഒപ്പം അനുഗമിക്കുന്നു. ക്രിസ്റ്റീന, പ്രജിൻ. യെസ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം നിതിൻ അംബുജനും ചേരുകയായിരുന്നു. അപ്പോൾ AICC ആസ്ഥാനത്ത് ആരൊക്കെ എത്തും എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുമ്പ് വിവാദമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഒരു പ്രത്യേക സ്ഥലം വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അത് ഇപ്പോഴും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. അത് നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കേന്ദ്രമുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലെങ്കിലും നമുക്ക് വിവാദങ്ങൾ മാറ്റിവെക്കണം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഏറെ ആദരവോടുകൂടെ ഇന്നലെ അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നയങ്ങളെയൊക്കെ ചിലപ്പോൾ രാഷ്ട്രീയമായി വിമർശിക്കുന്നവരുണ്ടാവും. പക്ഷെ അപ്പോഴും ഈ പാർലമെന്റിലൊക്കെ അദ്ദേഹം നടക്കുന്ന പ്രസംഗങ്ങൾ ആ സമയത്ത് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് സഭയിലുണ്ടാവുക. കാരണം ആ പറയുന്നത് ഫാക്ച്വൽ ആയിരിക്കും എന്നെല്ലാവർക്കും അറിയാം. എന്താ ഒരുപാട് സംസാരിക്കില്ല, പക്ഷെ കൃത്യമായ സമയത്ത് കൃത്യമായി സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ്. അപ്പോൾ അദ്ദേഹത്തിന് ഉചിതമായ വിട രാജ്യം നൽകുകയാണ്. ഈ സമയത്ത് നമുക്ക് വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഹരമായ അന്ത്യയാത്ര എനിക്ക് തോന്നുന്നു മോശമാക്കേണ്ട. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് വന്നാലും കാരുവള്ളി വാക്ക്വേയിൽ ഇതാ നടന്നു പോകുമ്പോൾ ഇതാ നല്ലൊരു ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ വിഷ്ണുവിന്റെ ക്യാമറയിൽ നമുക്കൊരു നിലാവിന്റെ അല്ലെ, അത് പൂർണ്ണചന്ദ്രന് ശേഷമുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ കാണാം. അതായത് നമ്മൾ ഈ മരത്തിനിടയിലൂടെ ഒക്കെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്രെയിമായിട്ടാണ് അത് കാണുന്നത്. അപ്പൊ നമ്മുടെ രാഹുൽ പറഞ്ഞു നമ്മുടെ പിറ പോലെ ഒരു ചന്ദ്രൻ ആണ് ഇന്ന്, അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പ്രേക്ഷകർക്ക്. രാത്രികൾ അല്ലെങ്കിൽ കൂടി ഇത് കാണുമ്പോൾ പെട്ടെന്നൊരു പാട്ട് വരുന്നു. പാടിക്കോ. ഒഴുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ, ഉരുകും വേനൽ പാടം കടന്നെത്തുമീ രാത്തിങ്കളായി നീയുദിക്കേ, കനിവാർന്ന വിരലാൽ അണിയിച്ചതാരി, കനിവാർന്ന വിരലാൽ അണിയിച്ചതാരി, അലിവിൻ്റെ കുളിരാർന്ന ഹരിചന്ദനം, കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, കുരുന്നിളം തൂവൽ കിളിപ്പാട്ടുമായി ഇതളടന്ന വഴിയിലൂടെ വരുമോ വസന്തം, കൈക്കുടന്ന നിറയെ തിരുമധുരം തരും. ഗംഭീരം, ഗംഭീരം. അപ്പോൾ നമുക്ക് ഈ പാട്ട് നമ്മുടെ സ്ഥിരം പ്രേക്ഷകയായ ദേവികാദേവൻ ദേവൂട്ടിക്ക് സമർപ്പിക്കാം. കാരണം ഇന്ന് ദേവൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ദേവൂട്ടി. മാത്രവുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ AK ആന്റണിയുടെയും നമ്മളെ വിട്ടുപിരിഞ്ഞ രത്തൻ ടാറ്റയുടെയും ഒക്കെ ജന്മദിനമാണ്. ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞു ഒരു പാട്ട് പാടി തുടങ്ങിക്കൂടെ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഒരു പാട്ട് ഇപ്പൊ പാടിയത്. നേരത്തെ തുടക്കത്തിൽ പാടാൻ പറ്റിയില്ല. നമ്മുടെ അടുത്തൊരു വാർത്തയിലേക്ക് പോയാലോ? അതിന് മുമ്പ് കമന്റ്സ് ഉണ്ടോ? കമന്റ്സ് കുറെ ഉണ്ട്. അപ്പൊ നമ്മുടെ മിനി ചേച്ചി ചോദിച്ചു 2 ദിവസം കാണാതായപ്പോഴേക്കും ഞങ്ങളെയൊക്കെ മറന്നു. എങ്ങനെ മറക്കും?
കെ ശിവദാസ് മൻമോഹൻ സിംഗ് ഹൈ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ PC ദിലീപ് മലബാർ വാലി ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ മാത്രം അദ്ദേഹത്തിന്റെ നന്മയെക്കുറിച്ച് പറയുന്ന നമ്മുടെ രീതി ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് മനുഷ്യന് നമ്മുടെ അപ്രീസിയേഷന്റെ വാല്യൂ, അഭിനന്ദനത്തിന്റെ വാല്യൂ പലപ്പോഴും നമുക്ക് അറിയില്ല എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരസ്പരം അഭിനന്ദിക്കുക. ആ സെലക്റ്റീവ് ആകാൻ പാടില്ല. നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം അഭിനന്ദിക്കുക, ഇഷ്ടമില്ലാത്തവരെ അങ്ങനെയല്ല. എല്ലാവരെയും ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക്, ചെറിയ കാര്യങ്ങൾക്ക് പോലും അഭിനന്ദിച്ച് നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് വളരെ വലുതായിരിക്കും. യെസ്, അപ്പോൾ കമന്റ്സ് ഒക്കെ പോരട്ടെ, നമ്മൾ അതൊക്കെ വായിക്കുന്നതായിരിക്കും. ഇങ്ങനെ വാക്ക് വേയിലൂടെ നടന്ന് വരികയാണ്. നിങ്ങൾ എത്ര പേർ മോർണിംഗ് വാക്കിനും ജോഗിനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്? ആ കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കുറിക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. അല്ലേ, കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഇന്നാണ് വിധി. കൊച്ചി CBI കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. മുൻ MLA KV കുഞ്ഞിരാമനും CPIM നേതാക്കളും അടക്കം 24 പ്രതികളാണ് കേസിലുള്ളത്. 2019 ഫെബ്രുവരി 17-നാണ് കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഏതാണ്ട് 5 വർഷം ആകാറാവുന്നു ഈ സംഭവം നടന്നിട്ട്, ഈ കൊലപാതകം, ഈ ഇരട്ടക്കൊലപാതകം നടന്നിട്ട്. അപ്പോൾ അതിനുശേഷം 5 അല്ല, എനിക്ക് തോന്നുന്നു 6 വർഷം ആവുന്നു. ഈ 2025 ഫെബ്രുവരി വന്നെങ്കിൽ 6 വർഷം ആവുന്നു. അപ്പോഴാണ് ഈ വിധി പറയാൻ പോകുന്നത്. അതിൽ തന്നെ നേരത്തെ നമ്മൾ അറിഞ്ഞതാണ്, പെരിയയിലൊക്കെ ഇന്ന് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിധി എത്ര മണിക്കാണ് ഉണ്ടാവുക? ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയും എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലും ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. പ്രജിൻ, ഇന്ന് 11 മണിയോടുകൂടി ഈ വിധി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ആദ്യത്തെ കേസായി തന്നെ സാധാരണ ഇത്തരം കേസുകൾ എടുക്കാറാണ് പതിവ്. 2019 ഫെബ്രുവരി 17-നാണ് കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെടുന്നത്. തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പിന്നെ CBI ഏറ്റെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് 14 പേരെ പ്രതി ചേർത്ത കേസിൽ CBI 10 പേരെ കൂടി പിന്നീട് ഉൾപ്പെടുത്തി. CPIM-ന്റെ പെരിയ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന A പീതാംബരനാണ് 1-ാം പ്രതി. നിരവധി പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. മുൻ ഉദുമ MLA അടക്കമുള്ളവർ, KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇതിൽ പ്രതിയാണ്. 1-ാം പ്രതി പീതാംബരനടക്കം 11 പ്രതികൾ 5.5 വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ്. ഈ കേസിന്റെ ഒരു പ്രാധാന്യം, ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസാണ്. 2 ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നടു റോഡിലിട്ട് വെട്ടിക്കൊന്ന കേസ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇന്നിപ്പോൾ ഇരുവരുടെയും മാതാപിതാക്കൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കൊച്ചിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിലെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിൽ ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് കാര്യമായി അന്വേഷിക്കുകയും കേരള പോലീസ്, ലോക്കൽ പോലീസ് കാര്യമായി അന്വേഷിക്കുകയും പിന്നീട് നേതാക്കളിലേക്ക് അന്വേഷണം പോയപ്പോൾ അതിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം മാറ്റി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി എന്ന ആരോപണം കൂടി ഉയർന്നിരുന്നു ഈ കേസിൽ. പിന്നീടാണ് CBI എത്തുന്നത്. എന്തായാലും എന്തായിരിക്കും ഉത്തരവ് എന്നറിയാൻ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. 11 മണിയോടുകൂടി നമുക്കതിന്റെ വിധി അറിയാം. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകി. എന്തായാലും ഇനി ഈ കേസിന്റെ നാൾവഴിയിലൂടെ നമ്മൾ പെട്ടെന്ന് പോകാം. കാരണം അത്രമാത്രം കോളിളക്കമുണ്ടാക്കിയ, ഒരുപാട് ചർച്ചയായ, കേരളത്തിൽ എന്താണ് പറയുക, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒരു രാഷ്ട്രീയ ഇരട്ടക്കൊലപാതകം ഉണ്ടാവുന്നു. അതിന് പിന്നാലെ വന്ന വിവാദങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിധി രാഷ്ട്രീയ കേരളത്തിനും ഏറെ നിർണായകമാകും. അല്ലെ, 6 വർഷം നീണ്ട ഒരു നിയമ പോരാട്ടം, അതിനൊടുവിലാണ് നേരത്തെ ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഈ വിധി പ്രസ്താവം വരുന്നത്. എന്തായാലും കൊച്ചി CBI കോടതി ഇന്ന് ഈ രാഷ്ട്രീയ കേരളത്തിനും നിർണായകമായി വിധി പ്രസ്താവിക്കാൻ പോവുകയാണ്. 2019 ഫെബ്രുവരി 17 രാത്രി 7:30 നാടിനെ നടുക്കിയ ഈ ഇരട്ട കൊലപാതകം. റിപ്പോർട്ടിലേക്ക്. പെരിയ കല്യോട്ട ചിതറിത്തെറിച്ച ചുടുചോരയ്ക്ക് നടുവിൽ വിറങ്ങലിച്ചങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും രാഷ്ട്രീയ കേരളം. അന്ന് വെട്ടേറ്റ് വീണത് 2 സുഹൃത്തുക്കൾ, കൃപേഷും ശരത്ലാലും. അന്വേഷണവും വിചാരണയും ഒക്കെയായി 5 വർഷങ്ങൾക്കിപ്പുറം ഇന്നാണ് ആ വിധി ദിനം. 2019 ഫെബ്രുവരി 17 രാത്രി 7:45 കല്യോട്ടെ PV കൃഷ്ണന്റെ മകൻ കൃപേഷ്, PK സത്യനാരായണന്റെ മകൻ ശരത്ലാൽ എന്നിവരെ കല്യോട്ട സ്കൂൾ ഏച്ചിലടക്കം റോഡിൽ ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തി. 2019 ഫെബ്രുവരി 18 CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരൻ
സുഹൃത്തും സഹായിയുമായ CJ സജി എന്നിവർ അറസ്റ്റിൽ. പിന്നാലെ പീതാംബരനെ പാർട്ടി പുറത്താക്കി. 2019 ഫെബ്രുവരി 21 കേസ് CBIക്ക് വിടണമെന്ന ആവശ്യം ശക്തം. എന്നാൽ സംസ്ഥാന സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 2019 മാർച്ച് 2 അന്വേഷണ സംഘത്തലവനായ SP VM മുഹമ്മദ് റഫീഖിനെ തിരിച്ചയച്ചു. പിന്നാലെ സംഘത്തിലെ DYSPക്കും CIമാർക്കും മാറ്റം. പ്രതികളെന്ന് കണ്ടെത്തിയവർക്ക് പുറമെ മറ്റ് പലരിലേക്കും അന്വേഷണം എത്തുന്നുവെന്ന സൂചനകൾക്കിടെയായിരുന്നു അഴിച്ചുപണി. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന സംശയം ശക്തമായതിനു പിന്നാലെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. അപകടം മണത്ത സർക്കാർ നടപടികൾ വേഗത്തിലാക്കി. 2019 മെയ് 14 CPIM ഉദുമ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ K മണികണ്ഠൻ, പെരിയ ലോക്കൽ സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. 2019 മെയ് 20 ക്രൈംബ്രാഞ്ച് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. ആകെ 14 പ്രതികൾ. മുഴുവൻ പ്രതികൾക്കും CPIM ബന്ധം. എന്നാൽ സർക്കാർ വിചാരിച്ചിടത്ത കാര്യങ്ങൾ നിന്നില്ല. 2019 സെപ്റ്റംബർ 30 ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസ് CBIക്ക് വിട്ടു. ഒക്ടോബർ 29 സർക്കാർ ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയെങ്കിലും 2020 ഓഗസ്റ്റ് 25 അപ്പീൽ തള്ളി. 2020 സെപ്റ്റംബർ 12 CBI അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ. തടസ്സ ഹർജിയുമായി കൊല്ലപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കളും. 2020 ഡിസംബർ 1 സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ സുപ്രീം കോടതിയും തള്ളി. പിന്നാലെ അന്വേഷണം CBI ഏറ്റെടുത്തു. 2021 ഡിസംബർ 3 KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ CBI അറസ്റ്റ് ചെയ്തു. ആകെ 24 പേരെ പ്രതി ചേർത്ത് CBI അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം നൽകി. 2023 ഫെബ്രുവരി 2 കൊച്ചി CBI കോടതിയിൽ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. 2024 ഡിസംബർ 23 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിധി പ്രസ്താവത്തിനായി കേസ് മാറ്റി. പെരിയയിലെ വിധിയോടെ രാഷ്ട്രീയ ചോരക്കളിക്ക് അറുതിയാകുമെന്ന കരുതുക വയ്യ. അതിനിയും കൊന്നും കൊല്ലിച്ചും നിർബാധം തുടരുക തന്നെ ചെയ്യും. പാർട്ടികൾക്ക് രക്തസാക്ഷികളെ കിട്ടുമ്പോൾ അനാഥമാകുന്നത് അനേകം കുടുംബങ്ങളാണ്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. ശ്രീകാന്ത് പറഞ്ഞു നിർത്തിയിൽ നിന്നും അങ്ങനെ അല്ലാതൊരു കാലഘട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെ? രാഷ്ട്രീയ കൊലപാതകങ്ങളും എന്നല്ല, കൊലപാതകങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു നാളെ അതുണ്ടാവട്ടെ എന്നാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അതിനെ തുടർച്ച ഉണ്ടാകും. ശ്രീകാന്ത് പറഞ്ഞത് ശരിയാണ്. പ്രത്യേകിച്ചും കണ്ണൂരിലും കാസർഗോഡൊക്കെ ഉണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളും അവിടുത്തെ സംഭവങ്ങളും ഒക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ്. അതൊക്കെ മാറി വൈരാഗ്യത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങളുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശയധാരയുടെ ഒരു ഡിഫറൻസിന്റെ പേരിലാണല്ലോ ഇതുണ്ടാകുന്നത്. വ്യക്തിപരമായ ഒരു വൈരാഗ്യവും ഇല്ലാത്ത ഒരാളിനെയാണ് രാഷ്ട്രീയത്തിന്റെ പേരിൽ. അപ്പൊ അതൊന്നും ഇല്ലാത്ത ഒരു നാളെ ഉണ്ടാവട്ടെ. വരും വർഷം രാഷ്ട്രീയ കൊലപാതകങ്ങളോ സംഘടനകളോ ഒന്നുമില്ലാത്ത ഒരു വർഷമായി തീരട്ടെ എന്നാണ് ഈ ഡിസംബർ മാസത്തിലെ അവസാന ദിവസങ്ങളിലെത്തുമ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും CBI കോടതിയിൽ വിശ്വാസം എന്ന് പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ പറയുന്നു. കോൺഗ്രസ് പാർട്ടി കൂടെ നിന്നുകൊണ്ടാണ് മക്കളുടെ നീതിക്കായി പോരാടാൻ സാധിച്ചതെന്ന് കൂടി ആ പിതാവ് പറയുന്നുണ്ട്. കേസിലെ 24 പ്രതികൾക്കും തൂക്കുകയർ ലഭിക്കണമെന്നും കൃഷ്ണൻ 24നോട് പറഞ്ഞു. ഇവർക്ക് എല്ലാവർക്കും നല്ല ശിക്ഷ കിട്ടണമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എല്ലാവർക്കും നല്ല തൂക്കേറെ കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കുടുംബം, രണ്ട് കുടുംബങ്ങളും കാത്തിരിക്കുന്നുള്ളത്. നമുക്കിത് സഹായിക്കേണ്ട ഗവൺമെൻറ് പ്രതികൾക്ക് വേണ്ടിയിട്ടാണ് സഹായിച്ചത്. കുറേ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരുണ്ട്. ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി പങ്കെടുത്ത പാർട്ടിക്കാരുണ്ട്, നേതാക്കന്മാർ. അവർക്കൊക്കെ നല്ല ശിക്ഷ കിട്ടണമെന്നില്ല ഒരു പ്രതീക്ഷയാണ് നമ്മളത്. കിട്ടുന്നില്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നില്ല. എല്ലാ പോരാട്ടവും നമ്മൾ പാർട്ടി എല്ലാ സഹായത്തോടെ കൂടിയിട്ട് ഇതുവരെ പോരാടിയവരോട്.
യെസ്, അപ്പോ കൃപേഷിന്റെ അച്ഛൻ ആ രീതിയിൽ പറയുന്നു. എന്തായാലും കോടതിയിലാണ് പൂർണ്ണമായ വിശ്വാസം എന്നാണ് പറയുന്നത്. ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകത്തിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. കൊലപാതകത്തിന് ശേഷം പ്രതികളെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് എന്ന വിമർശനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. മാത്രവുമല്ല, കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കാതിരിക്കാനാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം പ്രവർത്തിച്ചതെന്നും അദ്ദേഹം 24-നോട് പറഞ്ഞു. വിധിയിൽ പരിപൂർണ വിശ്വാസമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന മനസ്സിനകത്ത് എന്തോ ഉദ്ദേശിക്കുന്ന ആ രീതിക്കുള്ള ഒരു ശിക്ഷ കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് മനസ്സിനകത്തുണ്ട്. എന്താ പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളതിന് തക്കതായ തെളിവ് കൊടുത്തിട്ടുണ്ട്. തെളിവുകളാണല്ലോ കോടതിക്ക് ശിക്ഷ കൊടുക്കാനുള്ള ശരിയായ വഴി. ആ വഴി നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ എന്തായാലും 11 മണിയോടുകൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ആ നിർണായക വിധി വരാൻ പോകുന്നത്, അല്ലേ? അപ്പോ എനിക്ക് നമ്മൾ ചിലരെ കുറിച്ച് പറയുന്നത്, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ. എനിക്ക് ഇത് തന്നെ അവസ്ഥ. രാവിലെ എനിക്ക് വൻ അബദ്ധം പറ്റി. നമ്മുടെ റീന സതീശൻ പറയുകയാണ്, സ്ഥിരം പ്രേക്ഷക ദേവികാദേവിയുടെ പിറന്നാളല്ല, എൻ്റെ മക്കളുടെ ഗ്യാങ്ങിലുള്ള 10ാം ക്ലാസ്സുകാരി ദേവിക, ഞങ്ങളുടെ ദേവൂട്ടിയുടെ പിറന്നാളാണ്. അപ്പോ ദേവൂട്ടി ആള് മാറിപ്പോയി, എന്നാലും ഹാപ്പി 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 ബർത്ത്ഡേ. പേര് മാറില്ലല്ലോ. പേര് മാറിയില്ല, പക്ഷെ ആള് മാറിപ്പോയി. അപ്പോ ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ സീന മുഹമ്മദ് വന്നിട്ടുണ്ട്. പുതിയ തലമുറ കണ്ണു തുറക്കണമെന്ന് പറയുന്നു. തീർച്ചയായും അതുണ്ടാവും. ഡിങ്കൻ, ലേഖ ജയൻ, ആന്റണി പുളിക്കൽ, ആൽഫ, അതുപോലെ തന്നെ ഷാജി കുണ്ടറ, ദ ലേസീസ് ക്യൂൻ 83. ഇതാരാണെന്ന് മനസ്സിലാകുന്നില്ല. ശ്രീകാന്ത് റിപ്പോർട്ടിംഗ് ഗുഡ് എന്ന് ലേഖ ജയൻ പറയുന്നുണ്ട് കേട്ടോ. കൊള്ളാം, നന്നായി. നമ്മൾ ഈ അഭിനന്ദിക്കുന്ന കാര്യം പറയാം. നമ്മുടെ പ്രേക്ഷകരോടെല്ലാം ഒരിക്കൽ കൂടെ പറയാനുണ്ട്, ആരെന്ത് നല്ലത് ചെയ്താലും അവരെ അഭിനന്ദിക്കുക. അതിപ്പോ ഒരു ശത്രു ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് ഈ അപ്രീസിയേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നടത്തത്തിലാണല്ലേ? പേരെന്താ? ഇവിടെ തന്നെയാണോ? പുതിയ വാക്കുവയാണ്. ഒരു കുറച്ച് നാൾക്ക് മുമ്പൊക്കെ നമ്മളിവിടെ വരുമ്പോൾ മൊത്തം കാലുപിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പൊ എന്ത് തോന്നുന്നു പുതിയ വാക്കുവ വന്നപ്പോൾ? നമുക്ക് ഈ പ്രൊട്ടക്ഷനെ ഇത് വലിയൊരു അനുഗ്രഹം തന്നെ. ഞാനിതിൽ സ്ഥിരം സൈക്ലിംഗ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ നമുക്കൊരു കാർഡും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഇപ്പം ഇത് വന്നതോടുകൂടി നല്ലൊരു പ്രൊട്ടക്ഷൻ ആർക്ക് വേണമെങ്കിലും, കുട്ടികൾ പെണ്ണുങ്ങൾ ആർക്ക് വേണമെങ്കിലും ഓക്കെ. വെളിച്ചമുണ്ട്, എല്ലാം ഉണ്ട്. 2 സൈഡിലും പ്രൊട്ടക്ഷൻ. പിന്നെ കളർഫുള്ളാണ്. അങ്ങനെ ഒരു നല്ലൊരു ഇതിലാണ്. പിന്നെ ഇത്